ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കപ്സയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടൊരു കപ്സ ഉണ്ടാക്കുന്ന നമ്മൾ നോക്കാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നവൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കപ്സയുടെ റൈസ് വേണം. അപ്പോൾ ബസുമതി അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോനാണ്. പിന്നെ ഇതാ 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 1 കപ്പ്. പിന്നെ അതാ ഒരു വെളുത്തുള്ളിൻ്റെ അല്ലി കേട്ടോ, ഒരു 10-20 എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി. പിന്നെ സൺഫ്ലവർ ഓയിൽ വേണം, സോസ് വേണം, പിന്നെ ഉരുളക്കിഴങ്ങ് വേണം, പിന്നെ കപ്സ മസാല, പിന്നെ വലിയുള്ളി 2 വലിയുള്ളി. ഉരുളക്കിഴങ്ങ് ഞാൻ ഒന്നാട്ടെടുത്തത്, അത്യാവശ്യം വലുപ്പമുള്ള 1. പിന്നെ അത് 2 ലിറ്റർ വെള്ളം, പിന്നെ മാഗി ക്യൂബ്, പിന്നെ ബ്ലാക്ക് ലെമൺ. ഇത്തിരി സാധനമായിട്ടാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അപ്പോൾ ഞാൻ ഗ്യാസുമ്മൽ ഒരു ബിരിയാണി കോട്ട് വെച്ചു. ഞാൻ അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വെള്ളം ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ലിറ്റർ വെള്ളം ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, സൺഫ്ലവർ ഓയിൽ. എണ്ണ ചൂടാവട്ടെ. ഇനി അതിലേക്ക് 2 വലിയുള്ളി ഞാൻ എരിഞ്ഞു വെച്ച വലിയുള്ളി, ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളി കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള ചോറാണ് കേട്ടോ. നല്ലോണം വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ക്യാരറ്റ് 1 കപ്പ്, ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വീണ്ടും നല്ലോണം വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്കൊരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക, പൊട്ടാറ്റോ. വീണ്ടും നല്ലോണം വഴറ്റുക. നല്ലോണം വഴറ്റി കൊടുക്കുക. ഇതാ വെളുത്തുള്ളി, ഒരു 10-20 അല്ലി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ, അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചതച്ചിട്ടൊന്നുമില്ല, സാധാ തൊലി കളഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാട്ടോ. പിന്നെ പച്ചമുളക്, അത്യാവശ്യം വലിയ എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ, ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലോണം വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ ഓയിൽ തന്നെ ഉപയോഗിക്കുക കേട്ടോ, വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്. അപ്പോൾ നല്ല അത്യാവശ്യം വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക, ഒരു 2 തക്കാളി ഇട്ടോ, മീഡിയം സൈസിലുള്ള. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ട് ഒന്നുമില്ല, പിന്നെ കപ്സ മസാല മാത്രമേ നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഇതാ ഒരു മാഗി ക്യൂബ് പൊടിച്ചിട്ട് കൊടുക്കുക. വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കുക. സിമ്പിളാണ് ഉണ്ടാക്കാൻ, അതേമാതിരി ടേസ്റ്റുമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ചോറാണ്. വീണ്ടും നല്ലോണം വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് 3-4 ടേബിൾ സ്പൂണ് കപ്സ മസാല ഇട്ട് കൊടുക്കുക. വീണ്ടും നല്ലോണം വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, ഞാൻ 2-3 സ്പൂൺ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. പോരാന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ടാൽ മതി. നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. 1 കിലോ ചിക്കനാട്ടോ ഞാൻ ഇതിലെടുത്തിരിക്കുന്നത്. വീണ്ടും നല്ലോണം വഴറ്റി കൊടുക്കുക. ചിക്കനിലൊക്കെ മസാല പിടിക്കട്ടെ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ചോറാണ് കേട്ടോ. എരിവും ഉണ്ടാവില്ല. നല്ലോണം വഴറ്റി കൊടുക്കുക. ചിക്കനിലൊക്കെ ഇപ്പോൾ ഏകദേശം വഴന്നു കേട്ടോ ചിക്കനൊക്കെ. ഇനി അതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കണം. ഒരു 3-4 ടേബിൾ സ്പൂണ് സോസ് ഒഴിച്ചെടുക്കുക. വീണ്ടും നല്ലോണം വഴറ്റി കൊടുക്കുക. നല്ലോണം വഴറ്റുക.
ഇനി ഇതാ നേരത്തെ വെള്ളം ഞാൻ ചൂടാൻ വെച്ചിരുന്നല്ലോ 2 ലിറ്റർ വെള്ളം അത് അതിലേക്ക് ഒഴിച്ചെടുക്കുക. ഇനി ഒന്ന് അടച്ചിട്ടൊന്ന് തിളക്കണം. തിളച്ചിട്ടാണ് നമുക്ക് അരി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ലെമൺ ഇട്ട് കൊടുക്കുക, ബ്ലാക്ക് ലെമൺ ഇട്ട് കൊടുക്കുക ലാസ്റ്റ്. ഞാൻ തിളക്കട്ടെ. അപ്പോൾ അതാണ് തിളച്ചിട്ടു. അപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് പോരായിക്കുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ തന്നെ അരി ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അരി ഞാൻ മൊത്തം അതിലിട്ടു കേട്ടോ. ഇനി അതൊരു 10-25 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവണം. ഞാൻ അടച്ചിടാം, ഒന്ന് വേവട്ടെ. അപ്പോൾ അതാ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയത് ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട് വെള്ളം. കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി ഒന്നാവട്ടെ. അപ്പോൾ അതാ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചോറ് നല്ല വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നമുക്കിതൊരു ഒരു അരമണിക്കൂറൊന്ന് അങ്ങനെ തന്നെ അടച്ച് വെക്കാം. ഇപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ തുറന്നു കേട്ടോ. നല്ല വേവ് പാകമായിട്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.